89.6 FM Sargakshetra SK Junction. ഹലോ ഹായ് വെൽക്കം ടു SK ജംഗ്ഷൻ ആൻഡ് ഗുഡ് മോർണിംഗ്. നല്ല കല്ലക്കൻ സൂപ്പർ സ്റ്റാറൊക്കെ കേട്ട് നമ്മളിതാ ഒരുപാട് യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് എന്നത്തെയും പോലെ SK ജംഗ്ഷനിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇന്ന് കൂടെയുള്ളത് ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കൂടെയുള്ളത് തന്നെയാണ് എന്നുള്ളതൊന്ന് അടിവരായിട്ട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കുറച്ചധികം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി തന്നെയാണ് SK ജംഗ്ഷനിലൂടെ അറിയാനായിട്ടും കേൾക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും പോകുന്നത്. സോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും റെഡിയായ സ്ഥിതിക്ക് എൻ്റെ കൂടെ ഒരു വ്യക്തി കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു സ്മൈലൊക്കെ തന്നിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ എന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യുന്നു മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ മെറിൻ സ്നേഹ ജെയിംസ്. ഹലോ ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാപ്പി ആണെന്ന് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. കുട്ടികളിലെ അനീമിയ എന്നുള്ള ഒരു വിഷയത്തെ പറ്റി തന്നെയാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കാര്യമായിട്ട് അറിയാനായിട്ട് പോകുന്നത്. ഇപ്പൊ അനീമിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രായഭേദമന്യേ എല്ലാവരും ചിലപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും. ഈ ഒരു ആരോഗ്യ പ്രശ്നത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ അറിയും, കേൾക്കും, മനസ്സിലാക്കും. സോ ഞാൻ വീണ്ടും മെറിൻ ഡോക്ടറെ SK ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മൾ കാര്യത്തിലേക്ക് ഒന്ന് കടന്നേക്കാം അല്ലെ. നമ്മൾ ഈ ഒരു ടോപ്പിക് അനീമിയ അല്ലെങ്കിൽ വിളർച്ച, ഈ ഒരു അവസ്ഥ ശരിക്കും എന്താണ്? അതുപോലെ ഈ കുട്ടികളിലെ അനീമിയ എത്രത്തോളം കോമൺ ആയിട്ട് കേട്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ്? നമ്മുടെ ശരീരത്തിലെ രക്തം പല കമ്പോണൻസ് കൊണ്ട് ഉണ്ടാക്കിയതിലാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് RBC. ഇപ്പം ഈ RBCയിലുള്ള ഒരു അയൺ കണ്ടെയ്നിങ് പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. അപ്പം നമ്മളുടെ ഈ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴത്തേക്കും ഈ ഹീമോഗ്ലോബിൻ്റെ എമൗണ്ട് നമ്മുടെ ബോഡിയിൽ കുറയുന്നു. ആ കണ്ടീഷനെയാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ RBCയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്ക് കൊണ്ടുപോവുക, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും തിരിച്ച് ലങ്സിലേക്ക് കൊണ്ടുപോവുക. ഇതാണ് ഈ RBCയുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇതിനൊരു കുറവ് സംഭവിക്കുന്നു. അന്നേരമാണ് ആ കണ്ടീഷനെ നമ്മൾ അനീമിയ എന്ന് വിളിക്കുന്നത്. പിന്നെ ഏജും ജെൻഡറും അനുസരിച്ച് ഈ ഹീമോഗ്ലോബിൻ്റെ കട്ട് ഓഫ്സ് വേരി ചെയ്യും. അതായത് 6 months മുതൽ 5 years വരെയുള്ള കുഞ്ഞുങ്ങളിലെ ഒരു ആവറേജ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഏകദേശം 12 ഒക്കെയാണ്. അപ്പോൾ അവരിൽ നമ്മളൊരു 11 താഴെ ഹീമോഗ്ലോബിൻ പോയാലാണ് അനീമിയ എന്ന് വിളിക്കുന്നത്. പക്ഷെ ഒരു 5 to 12 years ഉള്ള കുഞ്ഞുങ്ങളിൽ 13 ഒക്കെയാണ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഒരു ലെസ് ദാൻ 11.5 നമ്മൾ അനീമിയ എന്ന് പറയും. പിന്നെ ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു കണക്ക് പ്രകാരം ലെസ് ദാൻ 5 years 40% ഓഫ് ദ ചിൽഡ്രനും അനീമിക്കാണ്. അതാണ് കണക്ക്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഈ ഒരു ഉത്തരത്തിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ അനീമിയയെ പറ്റിയിട്ട് കാര്യമായിട്ട് ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ അറിയും, കേൾക്കും, മനസ്സിലാക്കും. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ എത്തിയിട്ടുള്ളത് തിലകം മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ മെറിൻ സ്നേഹ ജെയിംസ് ആണ്. അപ്പോൾ ഡോക്ടറെ, നമ്മൾ ഇനി ഒരു പാട്ട് കേട്ടിട്ട് വരാൻ പോവാണ്. ഓക്കെ, സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് SK ജംഗ്ഷനിലൂടെ വിളർച്ച അഥവാ അനീമിയ, ഈ ഒരു ഹെൽത്ത് ഇഷ്യൂവിനെ പറ്റി തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കുട്ടികളിലെ അനീമിയയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡീപ്പായിട്ട് അറിയാനായിട്ട് പോകുന്നത്. സോ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ മെറിൻ സ്നേഹ ജെയിംസ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുൻപ് നമ്മൾ എന്താണ് അനീമിയ എന്നുള്ളത് കാര്യമായിട്ടൊന്ന് അറിഞ്ഞിരുന്നു. സോ നമ്മുടെ ബോഡിയിലുള്ള ഒരു ഓക്സിജന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഒരു കുറവ് മൂലമാണ് ഇത്തരത്തിലെ ഒരു പ്രശ്നം വരാൻ സാധ്യത എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നു. ഇനി നമ്മൾ കുട്ടികളുടെ കാര്യത്തിലേക്ക് കൂടുതൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന മെയിൻ റീസൺ എന്നുള്ളൊരു വേർഡ് തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്താണ് അനീമിയ അല്ലെങ്കിൽ ഈ ഒരു വിളർച്ച കുട്ടികളിൽ കാണാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഡോക്ടർ? അനീമിയയുടെ മോസ്റ്റ് കോമൺ കോസ് കുട്ടികളിൽ അയൺ ഡെഫിഷ്യൻസി തന്നെയാണ്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഓഫ് അയൺ എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഈ അയൺ നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന ന്യൂട്രീഷൻ വഴിയാണ്. അടുത്ത കാരണം എന്ന് പറഞ്ഞാൽ ബാക്കി അയൺ അല്ലാതെ വേറെ വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് ഇങ്ങനെയുള്ള കമ്പോണൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവും. പിന്നെ വിരശല്യമുള്ള കുഞ്ഞുങ്ങളിൽ അയൺ ഡെഫിഷ്യൻസി വളരെ കോമൺ ആണ്. പിന്നെ ചില ജനിതക രോഗങ്ങളുണ്ട്, അതായത് തലാസീമിയ അങ്ങനെയുള്ള കുറച്ച് രോഗങ്ങളിൽ അനീമിയ ആ അസുഖം കാരണം തന്നെ വരും. പിന്നെ അടുപ്പിച്ച് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനുശേഷവും ഒരു അനീമിയ, ആ ഒരു ഇൻഫെക്ഷൻ്റെ പീരീഡ് ഒക്കെ കഴിയുമ്പോൾ അനീമിയ കുട്ടികളിൽ സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. ഓക്കെ ഡോക്ടർ, അപ്പോൾ കുട്ടികളിൽ ഈ അനീമിയ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെ പറ്റി നമ്മൾ കേട്ടു. ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ പോഷകാഹാരക്കുറവ് അല്ലേ, ഇതും ശരിക്കും അനീമിയയ്ക്ക് കുട്ടികളിൽ കാരണമാകുന്ന ഒരു ഫാക്ടറാണോ?
അതെ അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയൺ മാത്രമല്ല ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 ഇങ്ങനെയുള്ള പോഷകാഹാരങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അനീമിയ പ്രിവെന്റ് ചെയ്യാനായിട്ട്. കുട്ടികളിലെ അനീമിയെ പറ്റി SK ജംഗ്ഷനിലൂടെ അറിയുന്ന സമയമാണ്. സോ കൂടുതൽ ശ്രദ്ധ നമുക്ക് ഇന്നത്തെ SK ജംഗ്ഷനിൽ കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. പക്ഷെ നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് കേട്ടോ. പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് അന്നയും ഒപ്പം മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ മരിൻ സ്നേഹ ജെയിംസുമാണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും SK ജംഗ്ഷനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് SK ജംഗ്ഷനിലൂടെ നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ കുട്ടികളിലെ വിളർച്ച അല്ലെങ്കിൽ കുട്ടികളിൽ കണ്ടുവരുന്ന ഈ ഒരു അനീമിയ എന്ന് പറയുന്ന ഹെൽത്ത് ഇഷ്യൂവിനെ പറ്റിയിട്ടാണ്. ചിലപ്പോൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ കേൾക്കാനായിട്ട് പറ്റും. സോ കുറച്ചധികം ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂ കേട്ടോ. ആൻഡ് ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ മരിൻ സ്നേഹ ജെയിംസ് ആണ്. ഡോക്ടർ, നമ്മൾ കുറച്ച് മുൻപ് എന്തൊക്കെയാണ് ഈ ഒരു അനീമിയ കുട്ടികളിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നുള്ളത് സംസാരിച്ചു. ആൻഡ് ഇനി നമ്മൾ ലക്ഷണങ്ങളിലേക്ക് പോവാണ് കേട്ടോ. ലക്ഷണങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രശ്നം നമുക്ക് ഉണ്ട് എന്നുള്ളത് ഒരു കൺഫേം ആക്കുന്ന പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കുട്ടികളിൽ ഏതൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഒരു ട്രീറ്റ്മെന്റിന്റെ സൈഡിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നത്? നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന്റെ മുഖത്ത്, ചുണ്ടിൽ അല്ലെങ്കിൽ കണ്ണിന്റെ ഉൾഭാഗത്തൊക്കെ ഒരു വിളർച്ച തോന്നുക. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനാണ് അത് മനസ്സിലാവുക. പിന്നെ തളർച്ച തോന്നുക, ഭക്ഷണത്തിൻ്റെ രുചി കുറഞ്ഞ പോലെ തോന്നുക, ഭക്ഷണത്തിനോടുള്ള ഇഷ്ടക്കുറവ് കാണിക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരിക. പക്ഷേ ഇതൊക്കെ കുഞ്ഞുങ്ങളിൽ എല്ലാവരിലും തന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം കുട്ടികൾ പൊതുവെ ഭക്ഷണം കഴിക്കാനായിട്ട് പാരൻസ് പിന്നാലെ നടക്കണം. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ നോക്കുകയും വേണ്ട, പിന്നാലെ നടന്നാലേ ചിലപ്പോൾ കുറച്ചധികം ചോറ് അതൊരു ടാസ്ക് അക്കംപ്ലിഷ്ഡ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തുള്ളൂ. പല കുട്ടികളും ഈ ഭക്ഷണം കഴിക്കാത്തത് മൂലം ഈ ഒരു പ്രശ്നം നേരിടേണ്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അല്ലേ. എന്തായാലും ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ നമ്മൾ ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ കേൾക്കും, അറിയും. സോ ഇപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടിട്ട് വന്നാലോ? ഓക്കെ. ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് തിലകം മിറ്റർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ മരിൻ സ്നേഹ ജെയിംസ് ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കുട്ടികളിൽ കണ്ടുവരുന്ന വിളർച്ച ഇതൊരു കോമൺ പ്രശ്നമായിട്ട് പലപ്പോഴും മാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കേൾക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ഇന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ എത്തിയിട്ടുള്ളത് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ മരിൻ സ്നേഹ ജെയിംസ് ആണ്. കൂടെ അന്നയുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ കുറച്ച് മുൻപ് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ കുട്ടികളിൽ ഈ ഒരു തളർച്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ടയർഡ്നെസ് ഒക്കെ കണ്ടുവരുമ്പോഴും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുമ്പോൾ നമ്മൾ പൊതുവായിട്ടും ഈ ഒരു പ്രശ്നമാണോ എന്നുള്ളൊരു ഡൗട്ടിലേക്ക് എത്തും. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെയാണ് ഇതിനൊരു കൺഫർമേഷൻ, ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റുകയുള്ളൂ എന്ന് നേരത്തെ ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് ചോദിക്കുകയാണെങ്കിൽ, അനീമിയ ഉണ്ടെന്ന് ഒരു കുട്ടിക്ക് സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ എന്തൊക്കെ പരിശോധനകളാണ് നമുക്ക് ചെയ്യേണ്ടി വരിക? അനീമിയ ഉണ്ടെന്ന് കൺഫേം ചെയ്യാൻ നമുക്ക് ഹീമോഗ്ലോബിൻ ലെവൽസ് മാത്രം നോക്കിയാൽ മതിയാവും. പിന്നെ അതിൻ്റെ കോസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ വേറെ ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം മോസ്റ്റ് കോമൺ കോസ് അയൺ ഡെഫിഷ്യൻസി തന്നെയാണ്. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ നമ്മൾ പെരിഫറൽ സ്പിയറും സെറം ഫെററ്റിൻ എന്ന് പറഞ്ഞ ടെസ്റ്റുകളും കൂടി ചെയ്യും അനീമിയ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ. അപ്പം അത് അയൺ ഡെഫിഷ്യൻസിക്ക് സജസ്റ്റീവ് ആണെങ്കിൽ നമുക്ക് വേറെ ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ല. അയൺ ട്രീറ്റ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതിയാവും. ഇപ്പോൾ അയൺ ട്രീറ്റ്മെൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യാത്ത ഒരു അനീമിയ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും റെയർ ആയിട്ടുള്ള കാരണങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഡോക്ടർ, പെട്ടെന്നാണ് എനിക്കൊരു കാര്യം ആക്ച്വലി ഓർമ്മ വന്നത്. പല കുട്ടികളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അതല്ലാതെ ഇപ്പോൾ തളർച്ച, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമിൻ്റെ സമയമാണ്. അപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ പഠനത്തിലൊരു ശ്രദ്ധ കുറവ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ശരിക്കും അനീമിയയുടെ ലക്ഷണമാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഓക്സിജന്റെ ലഭ്യതക്കുറവാണ് ഈ അനീമിയയിൽ സംഭവിക്കുന്നത്. അപ്പം തളർച്ച, ഉറക്കം കൂടുക, പഠനത്തിൽ ശ്രദ്ധക്കുറവ്, ഓർമ്മശക്തി കുറയുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം അനീമിയയിൽ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ആരെങ്കിലും കോട്ട് പാടുകയാണെങ്കിൽ മിസ്സ് പറയുന്നൊരു കാര്യമുണ്ട്, പേടിക്കണ്ട, ആ കുട്ടി ഉറങ്ങല്ല, ഓക്സിജൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമോ. നമ്മളൊക്കെ അന്ന് ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നൊരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അത് ട്രൂ ആണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇപ്പോൾ കുട്ടികൾ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പഠനത്തിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധ കുറവൊക്കെ ചിലപ്പോൾ അനീമിയയ്ക്ക് കാരണമായേക്കാം എന്നുള്ളത് പറഞ്ഞു. ശരിക്കും വിളർച്ച കുട്ടികളുടെ വളർച്ചയെ ബാധിക്കാറുണ്ടോ?
തീർച്ചയായിട്ടും ബാധിക്കും. അതായത് ദീർഘകാലം നമ്മൾ ഈ അനീമിയ ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അവരുടെ ശരീര വളർച്ചയും രോഗപ്രതിരോധ ശക്തിയും ബുദ്ധിവികാസത്തെയും ഒക്കെ ബാധിക്കാം. അതുകൊണ്ട് അനീമിയ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് കാര്യമായിട്ട് അറിയേണ്ടതും വളരെ അത്യാവശ്യമാണ് അല്ലേ. പക്ഷേ നമ്മളിനി ഒരു പാട്ടിന് ശേഷമാണ് ഈ ഒരു കാര്യം കൃത്യമായിട്ട് അറിയാനായിട്ട് പോകുന്നത്. സോ കേട്ടുകൊണ്ടേയിരിക്കൂ. SK ജംഗ്ഷനാണ് കൂടെയുള്ളത് തന്നെയും. ഒപ്പം മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ മെറിൻ സ്നേഹ ജെയിംസും ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. നമ്മളിന്ന് കുട്ടികളിലെ വിളർച്ച അല്ലെങ്കിൽ ഈ ഒരു അനീമിയ എന്ന് പറയുന്ന ഹെൽത്ത് ഇഷ്യൂവിനെ പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. അതായത് കുട്ടികളിൽ അനീമിയ വരാനുള്ള കാരണങ്ങൾ, ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ പരിശോധനകൾ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞു. ഇനി നമുക്ക് ആവശ്യം ചികിത്സ തന്നെയാണ്. നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നതും ഈ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ സോൾവ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് നമ്മൾ കാര്യമായിട്ട് അറിയാൻ പോവാണ്. സോ ഇന്ന് നമുക്ക് കുറച്ചധികം ഇൻഫർമേഷൻസ് ഒക്കെ ഈ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു തരാൻ കൂടെ എത്തിയിട്ടുള്ളത് തിലകം മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ മെറിൻ സ്നേഹ ജെയിംസ് ആണ്. സോ ഡോക്ടർ, നമ്മൾ കുറച്ച് മുൻപ് കുറേയധികം കാര്യങ്ങളെ പറ്റി നേരത്തെ ഞാൻ കുറച്ച് മുൻപേ മെൻഷൻ ചെയ്ത പോലെ കാരണങ്ങളും ലക്ഷണങ്ങളും പരിശോധനകളെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞു. ഇനി നമ്മൾ ചികിത്സയിലേക്ക് കിടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു അനീമിയയുടെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ വരുന്നത്? കുഞ്ഞുങ്ങളിൽ നമ്മൾ അയൺ ടാബ്ലറ്റ് അല്ലെങ്കിൽ അയൺ സിറപ്പാണ് ഇതിന് ചികിത്സയായി നൽകുന്നത്. സാധാരണമായി നമ്മളുടെ ഹീമോഗ്ലോബിൻ ലെവൽസ് നോർമൽ ആയതിനു ശേഷം വീണ്ടും 3 മാസവും കൂടെ നമ്മളുടെ ഈ അയൺ സ്റ്റോർസും കൂടെ ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ അയൺ സപ്ലിമെൻറ്റ് കൊടുക്കാറുണ്ട്. അതും കൂടെ കഴിഞ്ഞാലേ ഉള്ളൂ ആ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ചെറിയ അനീമിയ, ഒരു ബോർഡർ ലൈൻ ഹീമോഗ്ലോബിൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ഡയറ്ററി മോഡിഫിക്കേഷനാണ് പറയുന്നത്. ഓക്കെ, സോ നേരത്തെ ഇപ്പോൾ ഡോക്ടർ മെൻഷൻ ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും പറയുമല്ലോ, ഭക്ഷണം ശ്രദ്ധിച്ചാൽ തന്നെ പല പ്രശ്നങ്ങളും നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന പല ഇഷ്യൂസും മേ ബി കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണ രീതി വന്നു കഴിഞ്ഞാൽ മാറാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഭക്ഷണം തന്നെയാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു മരുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മരുന്ന് ഭക്ഷണത്തിലൂടെ എങ്ങനെ നേടാം എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയേണ്ട സമയം ആയിട്ടുണ്ട്. പക്ഷേ പാട്ടുകളാണ് അതിന് മുൻപ് വരാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ മെറിൻ സ്നേഹ ജെയിംസ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റ് തന്നെയാണ് അല്ലേ ഇത്. അനീമിയ, വിളർച്ച. കുട്ടികളിലെ അനീമിയ എന്ന് പറയുന്നത് ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഹെൽത്ത് പ്രോബ്ലം ആണ്. സോ ഈ ഒരു പ്രോബ്ലത്തിന് ഒരു വലിയ സൊല്യൂഷൻ ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ മെറിൻ സ്നേഹ ജെയിംസ് ആണ്. സോ മെറിൻ ഡോക്ടർ, നമ്മൾ കുറച്ച് മുൻപ് ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്കാണ് ആക്ച്വലി എത്തി നിന്നതല്ലേ. ശരിക്കും ഭക്ഷണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ലൈഫ് സ്റ്റൈലിനും ഒക്കെ മാറ്റം വരുത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അത്രയും കഴിവുള്ള ഒരു കാര്യം കൂടിയാണ് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് റൂട്ടീൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അയോൺ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കണമല്ലോ ഈ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഏതൊക്കെ ഫുഡ് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് അയൺ കണ്ടന്റ് ഉള്ള ഫുഡ് പറയുമ്പോൾ വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ സോഴ്സസ് ഉണ്ട്. അതിൽ എപ്പോഴും നോൺ വെജിറ്റേറിയൻ സോഴ്സസിലെ അയൺ ആണ് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ബെറ്റർ അബ്സോർപ്ഷൻ ഉള്ളത്. അതായത് അതുകൊണ്ട് വെജിറ്റേറിയൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അയൺ ഇൻടേക്കിൻ്റെ കാര്യത്തിൽ വെജിറ്റേറിയൻസ് കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധിക്കണം. ഇപ്പം നോൺ വെജിറ്റേറിയൻ സോഴ്സസ് പറയുകയാണെങ്കിൽ ഫിഷ് ഒരു നല്ല സോഴ്സാണ്. പ്രത്യേകിച്ച് ഈ ചെറിയ മത്സ്യങ്ങൾ, മത്തി, കൊഴുവ, അയല അങ്ങനെയുള്ള ചെറിയ മീനുകളൊക്കെ. പിന്നെ ചിക്കൻ, മട്ടൺ, ബീഫ് ഇതിലെല്ലാം നല്ലപോലെ. പിന്നെ ഇവരുടെയൊക്കെ ലിവർ, നമ്മൾ ചിക്കൻ്റെ ലിവർ, അതിലൊക്കെ കൂടുതൽ അയൺ ഉണ്ട്. പിന്നെ വെജിറ്റേറിയൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്സ്. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഒരു 2 to 3 ഡേറ്റ്സ് പെർ ഡേ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഉണക്കമുന്തിരി, ഈ കറുത്ത കളറിലുള്ള ഉണക്കമുന്തിരി, പിന്നെ പൾസസ്, പിന്നെ കടല, ഇതിലെല്ലാം നല്ലപോലെ അയണുണ്ട്. നമ്മൾ മെയിനായിട്ട് വരുന്ന ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണല്ലോ, അതിൽ നല്ലപോലെ അയണുണ്ട്. പ്രത്യേകിച്ച് ഈ മുരിങ്ങയില, പാലക്, ഇതിലൊക്കെ നന്നായിട്ടുണ്ട്. ചീര പറയുകയാണെങ്കിൽ ചീരയിൽ അയൺ നല്ലപോലെ ഉണ്ട്. പക്ഷെ അതിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന കുറച്ച് ഓക്സലേറ്റ് പോലുള്ള കണ്ടൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര അയൺ അബ്സോർപ്ഷൻ നടക്കുന്നില്ല. അപ്പോൾ ഈ ചീരയെക്കാളും എന്തുകൊണ്ടും ബെറ്റർ മുരിങ്ങയില, പാലക് അങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ നമുക്ക് കുറച്ചൊരു മിസ്കൺസെപ്റ്റ്സ് ഉണ്ട്. ഈ പോംഗ്രാനൈറ്റ്, ആപ്പിൾ, ബീട്രൂട്ടിലൊക്കെ ഒത്തിരി അയൺ ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന അത്രയും
അത്രയും ഒരു അയൺ കണ്ടന്റ് ഒന്നും ഈ പറഞ്ഞ ഫ്രൂട്ട്സിലൊന്നും ഇല്ല. അതിനേക്കാളും കൂടുതലുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫിഷിലും മീറ്റിലും ഒക്കെയാണ്. പിന്നെ വേറൊരു കാര്യം, തീരെ ചെറിയൊരു 6 months ഒക്കെ കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ നോൺ വെജ് ഒന്നും കൊടുത്ത് തുടങ്ങാത്തതുകൊണ്ട് അവർക്ക് ഒരു കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബെറ്റർ സോഴ്സ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ റാഗിയാണ്. റാഗിയുടെ കുറുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ കോംപ്ലിമെന്ററി ഫീഡിങ് എപ്പോഴും ഈ റാഗി വെച്ച് തുടങ്ങുന്നത്. റാഗി വെച്ച് തുടങ്ങണമെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അതിലൊരു കുറച്ച് എമൗണ്ട് കരിപ്പെട്ടി ജാഗരിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ല സോഴ്സ് ഓഫ് അയൺ ആണ്. പിന്നെ അയണിൻ്റെ അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ചായ, കാപ്പി. അതായത് ഈ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നവരാണെങ്കിൽ പോലും ഈ ഇൻഹിബിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഇതിന് 2 hours എടുക്കരുത്. അപ്പോൾ നമ്മൾ ഈ ടാബ്ലറ്റ് കഴിച്ചാൽ പോലും അതിൻ്റെ അബ്സോർപ്ഷനെയും അത് അഫക്റ്റ് ചെയ്യും. പിന്നെ ചില ഈ പാല് കൂടുതൽ കൊടുക്കുന്ന ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലുണ്ട്. വേറൊന്നും കഴിച്ചില്ലെങ്കിൽ കുട്ടികളെ അങ്ങ് പാല് കൊടുത്ത് അങ്ങ് നിറയ്ക്കുക എന്നുള്ള. അപ്പോൾ ഒരു 500 ml കൂടുതൽ പാല് ഒരു ദിവസം ഒരു കുഞ്ഞ് കുടിക്കുന്നുണ്ടെങ്കിൽ അത് കൊച്ചിന് അയൺ അബ്സോർപ്ഷനെ കുറയ്ക്കുകയും അനീമിയ ഉണ്ടാകാനുള്ള ഈ പാല് കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് ആ കുഞ്ഞിന് അനീമിയ ഉണ്ടാവും. അപ്പം അതും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം, അയൺ അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ സി. അപ്പം നമ്മൾ ഈ അയൺ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഈ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ വൈറ്റമിൻ സി ഉള്ള സാധനങ്ങൾ, അത് എല്ലാവർക്കും അറിയാം. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഇങ്ങനെയുള്ള സാധനങ്ങളും കൂടെ കൊടുക്കുകയാണെങ്കിൽ അയണിൻ്റെ അബ്സോർപ്ഷൻ കൂടും. പാലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി ഞെട്ടിപ്പോയത്. മിക്ക പാരൻസും ഇതറിയാതെ ഒരു ലിമിറ്റിൽ കൂടുതൽ പാല് കുടിപ്പിക്കാറുണ്ട്. സോ അത് പ്രശ്നമാകാനാണ് സാധ്യത എന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ആവറേജ്, ആ ഒരു ലിമിറ്റ് വെച്ച് കൃത്യമായിട്ട് കുട്ടികൾ കുടിക്കണം. അവരുടെ വളർച്ചയ്ക്കും പോഷകാഹാരം എന്നുള്ള രീതിയിലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യേണ്ടതാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. പാലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ അധികമായിട്ടും ഈ ലീഫി വെജിറ്റബിൾസ്, പ്രത്യേകമായിട്ടും നമ്മുടെ മുരിങ്ങയില. അപ്പോൾ ഇന്ന് മുരിങ്ങയിലൊക്കെ കഴിക്കുന്നവർ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റിൽ ഇരിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും അയൺ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എന്തായാലും ഇനി ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്, കേൾക്കാനായിട്ട് പോകുന്നത് ഒരു പാട്ടാണ്. പാട്ടിന് ശേഷം കുറച്ചധികം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ അറിയുന്നുണ്ട് ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ള തന്നെയാണ് ഒപ്പം മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ മെറിൻ സ്നേഹ ജെയിംസും. 89.6 FM സർഗക്ഷേത്ര. SK Junction. You are listening to SK Junction only on സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് മിറ്റേര ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ മെറിൻ സ്നേഹ ജെയിംസ് ആണ്. നമ്മളിന്ന് കുട്ടികളിലെ ഒരു വിളർച്ച, അനീമിയയെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് എൻ്റെ സ്കൂളിലെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു 7, 8, 9 ക്ലാസ്സുകളിലൊക്കെ അന്ന് എല്ലാവർക്കും അയൺ ടാബ്ലറ്റ്സ് കൊടുക്കുമായിരുന്നു. അത് നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യവും ടീച്ചേഴ്സ് പറയുമായിരുന്നു. ആൻഡ് കുറേയധികം കുട്ടികളും അയൺ ടാബ്ലറ്റ്സ് കഴിക്കും. പക്ഷേ കുറേ കുട്ടികൾക്കും ഈ ഒരു മരുന്ന് കഴിച്ചതിന് ശേഷം അവർക്ക് വോമിറ്റിംഗ്, അതുപോലെ തന്നെ ലൂസ് മോഷൻ, അത്തരത്തിലുള്ള കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അന്ന് കൺഫ്യൂഷനായി, അല്ലെങ്കിൽ അന്നൊരു പേടിയായി മാറി. ഇത് കഴിച്ചാലാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളൊരു പേടിയായി. ശരിക്കും ഈ ഒരു കാര്യത്തിൻ്റെ ഒരു ഫാക്ട് എന്താണെന്നുള്ളത് ഡോക്ടർ ഒന്ന് പറഞ്ഞു തരാമോ? അയൺ ടാബ്ലറ്റ്സിന് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മളിത് കൺസ്യൂം ചെയ്യാനായിട്ട്. അതായത് ചെറിയ രീതിയിലുള്ള വോമിറ്റിങ്, വയറിന്, അതായത് ഗ്യാസ്ട്രൈറ്റിസ് പോലത്തെയുള്ള സിംറ്റംസ്, വയറിനൊരു എരിച്ചിൽ, വയറുവേദന, പിന്നെ നമ്മൾ മോഷൻ പോകുന്നത് കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളറായിട്ട് പോവുക, പിന്നെ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, മോഷൻ പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊക്കെ ഈ മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് തന്നെയാണ്. പക്ഷേ അങ്ങനെ അനീമിയ ഉള്ളവർ ഇത് എന്തായാലും മരുന്ന് കണ്ടിന്യൂ ചെയ്യുക തന്നെ വേണം. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിംറ്റംസ് ഒക്കെ കുറഞ്ഞു കിട്ടും. അപ്പം അങ്ങനെ ഇൻ കേസ് തീരെ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഒന്നുകൂടി ഒന്ന് കൺസൾട്ട് ചെയ്ത് നമ്മളുടെ അയൺ പ്രിപ്പറേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയോ അങ്ങനെ ചെയ്താൽ മതിയാവും. അല്ലാതെ ഈ ഒരു സിംറ്റംസ് ഉണ്ടെന്നുള്ള രീതിയിൽ ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യരുത്. ഓക്കെ ഡോക്ടർ, സോ നമ്മൾ ഈ ഒരു അയൺ ടാബ്ലറ്റ്സിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റിയിട്ട് അറിഞ്ഞു. ശരിക്കും സൈഡ് എഫക്ട്സ് മുൻകൂട്ടി അറിയുന്നത്, ഇപ്പം നമ്മൾ പറയുമല്ലോ, ചെറിയ കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറയും കുഴപ്പമില്ല, ചെറുതായിട്ട് നാളെ ഒന്ന് പനിക്കാം സാധ്യതയുണ്ട് എന്ന് പറയും. അപ്പോൾ നമുക്ക് അറിയാം പനിക്കും, അപ്പോൾ പേടിക്കേണ്ട എന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ട് ആക്ച്വലി പനി വരികയാണെങ്കിലും. സോ ഇത്തരത്തിൽ അയൺ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുട്ടികൾക്ക് ഈ ഒരു ഭയപ്പാടുണ്ടാവില്ല എന്നുള്ളത്, അല്ലേ ഡോക്ടർ? അതെ, നേരത്തെ നമ്മൾ അവരെ ഇൻഫോം ചെയ്തേക്കുവാണെങ്കിൽ അവരിതിൻ്റെ ഭാഗമായിട്ട് തന്നെ അങ്ങ് കണക്കാക്കിക്കോളും. ഓക്കെ, സോ ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത്, ഇപ്പോൾ പ്രീമച്യൂർ ബേബീസിൻ്റെ കാര്യം, മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾ അല്ലേ, അവർക്ക് അനീമിയയുടെ സാധ്യത കൂടുതലാണോ ഡോക്ടർ? അതെ, നമ്മൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പ്രീമച്യൂർ ബേബീസിനെല്ലാം ശരിക്കും അനീമിയ ഉണ്ട്. അതുകൊണ്ട് ഒരു 2ാം മാസം മുതൽ തന്നെ നമ്മളിവർക്ക് അയൺ സപ്ലിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ് ടു ഒരു 6 months ഒക്കെ നമ്മളിവർക്ക് അയൺ സപ്ലിമെൻറ്റ് കൊടുക്കും. എന്നാൽ മാത്രമേ അവരുടെ ഒരു ഹീമോഗ്ലോബിൻ ലെവൽ നോർമൽ ലെവലിലേക്ക് വരികയുള്ളൂ. അപ്പോൾ റൊട്ടീനായിട്ട് ഈ പ്രീമച്യൂർ ബേബീസിന് മാത്രം നമ്മൾ അയൺ സപ്ലിമെൻറ്റ് കൊടുക്കാറുണ്ട്. സോ നമ്മൾ ചെറിയ കുട്ടികളിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രീമച്യൂർ ബേബീസിൻ്റെ കാര്യം നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ടീനേജ് ഗേൾസ് ആണ്,
കൂടുതലായിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നവർ കുറച്ചും അങ്ങോട്ട് ശ്രദ്ധ വെച്ചോളൂ. കാരണം നമ്മൾ ഇനി ഒരു പാട്ടിലേക്ക് പോയതിനു ശേഷം ഈ ഒരു കാര്യത്തെ പറ്റി കൂടുതലായിട്ട് അറിയും SK ജംഗ്ഷനിലൂടെ. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് മിറ്റർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ മരൻ സ്നേഹ ജെയിംസ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കുട്ടികളിലെ അനീമിയ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചധികം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖല കൂടിയാണ്. ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മിറ്റർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ മരൻ സ്നേഹ ജെയിംസ് ആണ്. ഡോക്ടർ, നമ്മൾ കുറച്ച് മുൻപ് പ്രീമച്വർ ബേബീസിൻ്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു, ലൈക്ക് അവർക്ക് ഈ ഒരു അനീമിയ വരാനുള്ള സാധ്യത കൂടുതലാണോ? ആൻഡ് നമ്മൾ യെസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിഞ്ഞത്. അതിനുള്ള കൃത്യമായിട്ടുള്ള റീസണും ഡോക്ടർ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പെൺകുട്ടികളുടെ കാര്യത്തിലേക്ക്, പ്രത്യേകിച്ചും ടീനേജ് ഗേൾസിൻ്റെ കാര്യത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് അനീമിയ കൂടുതലാണോ? അവർക്കും ഈ ഒരു ടീനേജ് പീരീഡിൽ അനീമിയയുടെ സാധ്യത കൂടുതലാണ്. ഒന്ന്, അവരിലുള്ള ബ്ലഡ് ലോസ് വളരെ കൂടുതലാണ് ഈ ഒരു സമയത്ത്. മെൻസ്ട്രേഷനൊക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ഈ ബ്ലഡ് ലോസ് കാരണം അവർക്ക് അനീമിയ ഉണ്ടാകും. കൂടാതെ തന്നെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഭയങ്കര ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഓഫ് അയണും ഉണ്ടാവാറുണ്ട്. ഈ രണ്ട് കാര്യം കൊണ്ട് ഈ ടീനേജ് ഗേൾസിന് ഭയങ്കരമായി അനീമിയ കണ്ടുവരുന്നുണ്ട്. സോ അവരിലും നമ്മൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ വീക്ക്ലി സപ്ലിമെൻ്റ് ഓഫ് അയൺ കൊടുക്കുന്നുണ്ട്. അത് എല്ലാവരും കഴിക്കുക തന്നെ വേണം. ഓക്കെ ഡോക്ടർ, സോ ഇനി നമ്മൾ കുറച്ച് മുൻപേ പറഞ്ഞു അയൺ ടാബ്ലറ്റിൻ്റെ കാര്യം അല്ലേ, അതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇത് ആക്ച്വലി നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ സാധാരണ നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അയൺ ടാബ്ലറ്റ് കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. സോ ഒരു പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അയൺ ടാബ്ലറ്റ് കഴിച്ചിട്ടും ഹീമോഗ്ലോബിൻ്റെ ലെവല് ചിലപ്പോൾ കറക്റ്റ് നിലയിൽ എത്താത്തൊരവസ്ഥ വരാം അല്ലേ? അപ്പോൾ അങ്ങനെ ആവാത്ത സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യണം ഡോക്ടർ? നമ്മൾ ആദ്യം തന്നെ ഈ മരുന്ന് കറക്റ്റായിട്ട് പേഷ്യൻ്റ് കഴിക്കുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ ഇൻഹിബിറ്റിംഗ് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നതിനുമായി അടുപ്പിച്ച് തന്നെ പാല് കുടിക്കുകയോ അല്ലെങ്കിൽ പാലുള്ള സാധനങ്ങൾ കൺസ്യൂം ചെയ്യുകയോ ചെയ്താൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നില്ല. അപ്പം അങ്ങനെ തൊട്ടടുത്ത് പാല് കുടിക്കുകയോ അയൺ ടാബ്ലറ്റിൻ്റെ കൂടെ പാല് കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഡോസ് കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്നുകൂടെ കൺഫേം ചെയ്യണം. പിന്നെ ഈ വേം ഇൻഫെസ്റ്റേഷനുള്ള കുഞ്ഞുങ്ങളിൽ നമ്മളിപ്പോൾ അയൺ സപ്ലിമെൻറ്റ് കൊടുത്തു എന്ന് വെച്ചാൽ അവരുടെ ഹീമോഗ്ലോബിൻ ലെവൽ വലുതായിട്ട് കൂടില്ല. അപ്പോൾ ആദ്യം നമ്മൾ വിരമരുന്നാണ് ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ അനീമിയ ട്രീറ്റ്മെൻറ്റിലെ വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ 6 മന്ത്ലി ഡീവാമിങ്, ഈ വിരമരുന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ചിലപ്പം ഈ വിരയുടെ ശല്യം ഉള്ളത് കൊണ്ടായിരിക്കും ഹീമോഗ്ലോബിൻ ലെവൽസ് കൂടാത്തത്. പിന്നെ നമുക്കറിയാം ഈ അയൺ ഡെഫിഷ്യൻസി മാത്രമല്ല അനീമിയയ്ക്ക് കാരണം, വേറെ ഒത്തിരി കാരണങ്ങളുണ്ട്. ഏറ്റവും കോമൺ കോസാണ് അയൺ ഡെഫിഷ്യൻസി. അപ്പം അയൺ കൊടുത്തിട്ട് ശരിയാവാത്ത ഒരു അനീമിയ എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളും കൂടെ, ബാക്കി അസുഖങ്ങൾ അല്ല എന്നുള്ളതും കൂടെ റൂൾ ഔട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട കൂടിയ ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്ത് അത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഇന്ന് SK ജംഗ്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനീമിയയെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് കുട്ടികളിൽ വരുന്ന ഈ ഒരു വിളർച്ചയെ പറ്റിയിട്ട് നമ്മൾ കാര്യമായിട്ട് അറിഞ്ഞു. ആൻഡ് ഫൈനലി നമ്മുടെ ലിസണേഴ്സിനോട് കോമൺ ആയിട്ട് കൊടുക്കാനുള്ള ഡോക്ടറിന്റെ അഡ്വൈസ് എന്താണ്? കുട്ടികളിലെ അനീമിയ വളരെ കോമൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40% ഓഫ് ചിൽഡ്രൻസ് ലെസ് ദാൻ 5 years അനീമിക്കാണ്. അപ്പോൾ നമ്മളിത് തടയാനും ചികിത്സിക്കാനും ഒക്കെ നമുക്ക് വഴികളുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു സംശയം തോന്നും, അതായത് നമുക്കറിയാം വളരെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ് ഈ പഠനത്തിലുള്ള ബുദ്ധിമുട്ട്, ചെറിയൊരു വിളർച്ച തോന്നുക, ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയൊരു സംശയം തോന്നുമ്പോഴേ ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അത് കൺഫേം ചെയ്യുക, ഇമീഡിയറ്റ്ലി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ഒരു ചെറിയ ഡ്യൂറേഷനിലുള്ള അനീമിയ നമുക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ അതൊരു ലോങ് ഡ്യൂറേഷൻ അൺട്രീറ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ, ബുദ്ധിക്കും ബാക്കി വളർച്ചയ്ക്കും എല്ലാം പ്രശ്നം, ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു സംശയം തോന്നിയാൽ ഡോക്ടറെ കാണിക്കുകയും അതൊന്ന് ചികിത്സ നേടുകയും ചെയ്യുക. എന്തായാലും എനിക്ക് വിഷമമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ SK ജംഗ്ഷൻ്റെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും സമയം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെ പറ്റി അറിയാനും അതുപോലെ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. എന്തായാലും അതിനുള്ളൊരു വലിയ താങ്ക്സ് നമ്മുടെ ഡോക്ടർ മെറിൻ്റെ അടുത്ത് ഞാൻ പറയാണ്. ഭയങ്കര ഒരു നൈസ് ചാറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്ന ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ആയി എന്നുള്ളതാണ് എൻ്റെയും ഒരു സന്തോഷം. ആൻഡ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കും അവരുടെ കുറേയധികം ഡൗട്ട്സിനുമുള്ള ഒരു വലിയ സൊല്യൂഷൻ ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. ആൻഡ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് തിലകം മിറ്റർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ മരൻ സ്നേഹ ജെയിംസ് ആണ്. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ വൺസ് അഗെയിൻ. താങ്ക് യു. കേട്ടോണ്ടേയിരിക്കും, ഇനിയും കലക്കൻ പരിപാടികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെ ഉണ്ടായിരുന്നത് തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര.